നമസ്കാരം. എമ്പുരാൻ ഫാൻ ഷോ കൊണ്ട് രാവിലെ 6 മണിക്ക് കണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. പടം കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു ഫീൽ ഒരു ഹോളിവുഡ് ലെവൽ മലയാളം സിനിമ കണ്ടിറങ്ങിയ അതേ ഫീൽ ആയിരുന്നു. അത്രയ്ക്ക് ടോപ്പ് ലെവൽ സാധനങ്ങൾ വെച്ചിട്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ വളരെ മനോഹരമായിട്ട് തന്റെ സംവിധാന ഉദ്യമം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ലൂസിഫറിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി എമ്പുരാനിലേക്ക് എത്തിച്ച് അടുത്ത ഒരു പാർട്ടിനും കൂടി തിരികൊളുത്തിയിട്ടാണ് പടം അവസാനിക്കുന്നത്. അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്ക് ഇതിനെ പറഞ്ഞു വെക്കാം. പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ പടത്തിന്റെ മേക്കിങ്ങിനാണ്. നല്ല രീതിയിൽ ഒരു വേൾഡ് ക്ലാസ് ലെവലിൽ പൃഥ്വിരാജ് സുകുമാരൻ ഈ പടത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും തിയേറ്ററിൽ ഈ പടം കാണുന്നത് കൊണ്ട് നിങ്ങളുടെ പൈസയ്ക്ക് നഷ്ടം ഉണ്ടായില്ല. വാല്യൂ ഫോർ മണിയാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് ഈ സിനിമ. ഈ ചിത്രത്തിൽ ലാലേട്ടന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. ഒരുപാട് ഫൈറ്റ് ഉണ്ട്, എന്നാലും ഇതിനകത്ത് ഒറ്റ ഫൈറ്റ് അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫൈറ്റിന് വേണ്ടി മാത്രം നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാം. കാരണം അത്രയ്ക്ക് ടോപ്പ് ലെവൽ. ഞാൻ ആ പടം കാണുമ്പോൾ ആ ഒരു ഫൈറ്റിലൊക്കെ ഫാൻസുകാർ ഇരുന്നിടത്തുനിന്ന് എണീറ്റ് നിന്ന് തുള്ളിച്ചാടി അവർ കൈയടിച്ചുകൊണ്ട് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് കുറെ നാളിന് ശേഷമാണ് ഒരു ചിത്രം നമ്മളിങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ ആവേശം കൊണ്ട് എണീറ്റ് നിന്ന് കൈയടിച്ച് തുള്ളിച്ചാടിയൊക്കെ ഫാൻസ് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് കാണുന്നത്. അത് കുറെ നാളിന് ശേഷം വീണ്ടും ഒരു ലാലേട്ടൻ പടം തന്നെ വേണ്ടി വന്നു അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒറ്റ വാക്കിൽ അതിമനോഹരമായിട്ടുള്ള വളരെ മികച്ച രീതിയിലുള്ള ഒരു പടമാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. പിന്നെ പടത്തെ പറ്റി എനിക്ക് പേഴ്സണലായിട്ട് ഒരേ ഒരു എന്താ പറയണ്ട ഒരു മൈനസ് ഫീൽ ചെയ്തത്, നമുക്ക് മൈനസ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ലൂസിഫർ പോലുള്ള അത്രയും ഒരു ടോപ്പ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വൗ ഫാക്ടർ, അതായത് ലൂസിഫറിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി ലാലേട്ടൻ വരുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അപ്പോൾ എബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ആ ഒരു വലിയ ക്യാരക്ടർ അവിടെ റിവീൽ ചെയ്യാണ്. അപ്പോൾ ആ ഒരു വൗ ഫാക്ടർ ലൂസിഫർ ഉണ്ടായിരുന്നു. അത്രയും ഒരു വൗ ഫാക്ടർ ഇതിന്റെ അവസാനം വന്നില്ല എന്നുള്ള ആ ഒരു മൈനസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലും ഇതിന്റെ ക്യാമറ ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ഇതിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, എല്ലാ മേഖലയും, ഇതിന്റെ BGM ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും, അതുപോലെ തന്നെ അഭിനയത്തിന്റെ കാര്യത്തിലും എല്ലാവരും ഏറ്റവും ടോപ്പ് ലെവൽ പെർഫോമൻസ് പടത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ സംവിധായകൻ ഈ ഒരു പടത്തെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ ആ ഒരു രീതിയിലേക്ക് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ ഒരു പരിധി വരെ അല്ലെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു കാര്യം മാത്രമാണ് ഇതിന്റെ ഒരു നെഗറ്റീവ്. അല്ലെങ്കിൽ നമുക്ക് പടം കാണുമ്പോൾ ഏതൊരു ശരാശരി പ്രേക്ഷകനും തോന്നുമല്ലോ ഇത് അത്രയും വന്നു, അത് അത്രയും വന്നില്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനേക്കാൾ വലിയ ഏറ്റവും ടോപ്പ് ലെവൽ സാധനം, ആ ടോപ്പ് ലെവൽ ഐറ്റം നമുക്ക് ലൂസിഫർ കിട്ടിയതിന്റെ ആ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നോർമൽ പടം എന്ന രീതിയിൽ നോക്കുമ്പോൾ വേറെ ലെവൽ മരണമാസ് കൊലകൊല്ലി ഐറ്റം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് നെഞ്ചു മരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. ബൈ.